So hello guys, myself Dr. Tabshir and welcome to a new video. അപ്പോൾ നമുക്ക് ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ നീറ്റായില്ലേ. അപ്പോൾ ലാസ്റ്റ് 7 ദിവസം നമുക്ക് ഫിസിക്സിൽ സ്ട്രാറ്റജി എന്തായിരിക്കണം, എന്തൊക്കെ ചെയ്താൽ നമുക്ക് ഫിസിക്സിൽ മാർക്സ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് വളരെ പ്രിസൈസ് ആയിട്ട് വളരെ കൺസൈസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് നീറ്റ് ആവാറായി, അതുകൊണ്ട് തന്നെ ഒരുപാട് ലെങ്തിയർ വീഡിയോയും കാര്യങ്ങളൊന്നും കാണാൻ നമുക്ക് സമയമില്ല. വളരെ ഷോർട്ടായിട്ട് നമുക്ക് ഫിസിക്സിൻ്റെ സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു ഡിലേ ഇല്ലാണ്ട് നമുക്ക് നേരെ കണ്ടന്റിലോട്ട് പോകാം. ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുള്ള 2 ചോദ്യങ്ങൾ വെച്ചിട്ടാണ്. ഒന്നാമത്തെ കാര്യം, ഫിസിക്സിൽ തിയറി പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ലൈക്ക് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ തിയറി പഠിക്കണമെന്ന് നമുക്കറിയാം, ബട്ട് ഫിസിക്സിൽ നമുക്കറിയാം 4 മെയിൻ യൂണിറ്റ്സ് ആണുള്ളത് അല്ലേ. ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് വോളിയം മെക്കാനിക്സ് ആണ്, ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് വോളിയം ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് വരുന്ന ഏരിയ ആണ്, സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് വോളിയം ഇലക്ട്രോ മാഗ്നറ്റിക്സ് ആണ്, ആൻഡ് സെക്കൻഡ് ഇയറിലെ സെക്കൻഡ് വോളിയം മോഡേൺ ഫിസിക്സ് ആണ്. അപ്പോൾ ഇതിൽ തിയറി ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുള്ളത് തെർമോഡൈനാമിക്സിൻ്റെ ഏരിയയിൽ നിന്നും മോഡേൺ ഫിസിക്സിൻ്റെ ഏരിയയിൽ നിന്നുമാണ്. മെക്കാനിക്സിൽ നിന്നും ഇലക്ട്രോ മാഗ്നറ്റിക്സിൽ നിന്നും നമുക്ക് അധികവും ചോദിക്കുക ന്യൂമറിക്കൽസ് ആയിരിക്കും, ന്യൂമറിക്കൽ പ്രോബ്ലം സോൾവിംഗ് ആയിരിക്കും. തിയറി ക്വസ്റ്റ്യൻസ് ഇൻ കേസ് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് മോർ തെർമോഡൈനാമിക്സ് എന്നും മോഡേൺ ഫിസിക്സ് എന്നും ആയിരിക്കും. സോ അതാണ് നമ്മൾ ഫസ്റ്റത്തെ പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് തിയറി ബേസ്ഡ് ഇതെല്ലാം ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, ഒക്കെ സംഭവിക്കാം, ബട്ട് മോർ പ്രോബബിൾ നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് തെർമോഡൈനാമിക്സ് എന്നും അതുപോലെ തന്നെ മോഡേൺ ഫിസിക്സ് എന്നും ആയിരിക്കും, ആറ്റംസ്, ന്യൂക്ലിയസ്, സെമി കണ്ടക്ടേഴ്സ് ആ ഏരിയ എന്ന്. ഓക്കെ അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റുഡൻസ് ചോദിക്കാറുള്ളത്, ലാസ്റ്റ് 7 ദിവസം നമ്മൾ കൂടുതൽ MCQ പ്രാക്ടീസ് ചെയ്യണോ അതോ നമ്മൾ റിവിഷന് ടൈം കൊടുക്കണം എന്നുള്ളത്. ഇതിന് എനിക്ക് ഒറ്റ ആൻസറേ ഉള്ളൂ, ദാറ്റ് ഈസ് റിവിഷൻ. റിവിഷനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അത് പറയാൻ കാരണം വേറെ ഒന്നുമില്ല, നിങ്ങൾ ഒരു വർഷം മൊത്തം നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തവരാണ്. അപ്പോൾ ഈ ഒരു വർഷം മൊത്തം നിങ്ങൾ പ്രിപ്പയർ ചെയ്തപ്പോൾ കണ്ട ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കണ്ട ക്വസ്റ്റ്യൻസിനെക്കാളും പുതിയൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ ഒരാഴ്ച കാണാനുള്ള പ്രോബബിലിറ്റി കുറവാണ്. ലൈക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല എന്നല്ല, ബട്ട് പ്രോബബിലിറ്റി കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ കൂടുതൽ സമയം വീണ്ടും MCQയിലോട്ട് ഇനിയും പുതിയ MCQs കാണുന്നത് ഇങ്ങനെ വീണ്ടും വീണ്ടും കാണുന്നതുകൊണ്ട് നമുക്ക് അധികം അഡ്വാൻറ്റേജ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവൈസ് ചെയ്യാം. എങ്ങനെ റിവൈസ് ചെയ്യുക? നമ്മൾ മുമ്പ് സോൾവ് ചെയ്തപ്പോൾ പല തവണയും നമുക്ക് തെറ്റിപ്പോയ MCQs ഉണ്ടാവും, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് GT ചെയ്തുമ്പോൾ ചില ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും തെറ്റുന്നുണ്ടാവും. ആ നമ്മൾ ഓൾറെഡി കണ്ട ക്വസ്റ്റ്യൻസ് ഇനി നമ്മൾ എക്സാമിന് തെറ്റിക്കരുത്. അങ്ങനെ തെറ്റിച്ചാൽ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. അയ്യോ, ഞാൻ പ്രാക്ടീസിൻ്റെ സമയത്ത് തന്നെ ഈ ക്വസ്റ്റ്യൻ ഒരുപാട് കണ്ടിരുന്നു, എന്നിട്ട് ഞാൻ ഇത് എക്സാമിന് തെറ്റിച്ചല്ലോ. ആ റിഗ്രറ്റ് നമുക്ക് വരരുത്. ആ റിഗ്രറ്റ് വരാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് തെറ്റിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും വളട്ടൈലാന്ന് തോന്നുന്നത്. ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെമി കണ്ടക്ടർ എങ്ങനെ പഠിച്ചാലേ മറന്നു പോകും. അപ്പോൾ അങ്ങനത്തെ സെമി കണ്ടക്ടർ എന്നുള്ള ചാപ്റ്റർ ഞാൻ ഈ സമയത്ത് റിവൈസ് ചെയ്യണം. അത് ഓരോരുത്തർക്കും വേറെ ആയിരിക്കും. ഞങ്ങൾ ചിലപ്പോൾ മറക്കുന്നത് ലോസ് ഓഫ് മോഷൻ ആയിരിക്കും. അങ്ങനെ ഏതാണോ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ പറ്റി അറിയാവുന്നത് നിങ്ങൾക്കാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഏതൊക്കെ ചാപ്റ്റേഴ്സ് എനിക്ക് ഓർമ്മ ഉണ്ടാവും, ഏതൊക്കെ ഞാൻ മറക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത്. അപ്പോൾ മറക്കാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സും ടോപ്പിക്സും നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാം. ഓക്കെ, പുതിയ ക്വസ്റ്റ്യൻസിന് ഇപ്പോൾ അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ട. ഓക്കെ, പുതിയ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ അധികം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇതുവരെ കാണാത്തൊരു ക്വസ്റ്റ്യൻ ഇനി പുതുതായിട്ട് കാണാനുള്ള സാധ്യത കുറവാണ്. പകരം നിങ്ങൾ GT ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് എടുത്ത് സോൾവ് ചെയ്യേണ്ടതാണ് ഞാൻ പറയുന്നത്. അതിന് പകരം നിങ്ങൾ ഒരു ഗ്രാൻഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മെഗാ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് വരാൻ നിങ്ങൾ സോൾവ് ചെയ്തോ, ഡെഫിനറ്റ്ലി സോൾവ് ചെയ്തോ. ബട്ട് ഒരു ചാപ്റ്ററിൽ MCQ മാത്രം എടുത്ത് ഇനി സോൾവ് ചെയ്യേണ്ട സമയം നമുക്കില്ല. സോ റിവിഷനാണ് നമ്മൾ ഇനി പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സോ ഇത് രണ്ടുമാണ് സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കോമൺ ആയിട്ട് വരാറുള്ള ക്വസ്റ്റ്യൻ. സോ അത് രണ്ടും ഞാൻ അഡ്രസ്സ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നോക്കാം. ഈ ഡാറ്റ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ പ്രെഡിക്റ്റിംഗ് നീറ്റ് 2024 ഫിസിക്സ് പേപ്പർ എന്ന് പറഞ്ഞപ്പോൾ ചെയ്തപ്പം പ്രസൻറ്റ് ചെയ്ത കാര്യമാണ്. അത് നിങ്ങൾക്ക് ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. അതായത് കഴിഞ്ഞ 8 വർഷത്തെ നീറ്റ് പേപ്പർ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ അത് ഇലക്ട്രോ മാഗ്നറ്റിക്സ് ആണ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിസം ആവറേജ് നിങ്ങൾക്ക് 45 ക്വസ്റ്റ്യനിൽ 18.7 ക്വസ്റ്റ്യൻസ് 18.7 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക്സ് ആയിരിക്കും. 13.3 ക്വസ്റ്റ്യൻസ്, ഇത് ഫുള്ള് ഞാൻ കഴിഞ്ഞ 8 വർഷത്തെ നീറ്റിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയാണ് പറയുന്നത്. സോ 13.3 ക്വസ്റ്റ്യൻസ് ക്ലാസിക്കൽ മെക്കാനിക്സ് ആയിരിക്കും. അപ്പോൾ 18.7 13.3 ഏകദേശം 32 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടുന്ന് മാത്രം കിട്ടും? ഇലക്ട്രോ മാഗ്നറ്റിസം ആൻഡ് ക്ലാസിക്കൽ മെക്കാനിക്സ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 32 ക്വസ്റ്റ്യൻ സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ് നിങ്ങൾക്ക് കിട്ടും. സോ ഈ രണ്ടെണ്ണത്തിനാണ് നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, മറ്റേത് പഠിക്കേണ്ടെന്നല്ല, മറ്റേ ഡെഫിനറ്റ്ലി നമ്മൾ പഠിക്കണം. പക്ഷെ നമ്മൾ ഏതാണ് കൂടുതൽ സ്ട്രെസ് ചെയ്യുക? ഇലക്ട്രോ മാഗ്നറ്റിക്സും ക്ലാസിക്കൽ മെക്കാനിക്സുമാണ്. ഓക്കെ അല്ലേ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ്, ഇതും ഞാൻ പറഞ്ഞ കാര്യമാണ്, ബട്ട് ലാസ്റ്റ് മൊമെന്റ് ഇത് പലരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്കുകൾ ഈ 5 ടോപ്പിക്കുകളാണ്. ഈ 5 ടോപ്പിക്ക് ലിറ്ററലി എവറി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ടോപ്പിക്കാണ്. ഒന്ന് LCR സർക്യൂട്ട്. LCR സർക്യൂട്ട് നമുക്കറിയാം, ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും വരുന്ന സർക്യൂട്ട്സ്. അടുത്തത് ലെൻസും മിററും വെച്ച് ഫോക്കൽ ലെങ്ത്തും അതിൻ്റെ വെലോസിറ്റി, റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒരുപാട് ചോദിക്കാറുണ്ട്. അടുത്തത് YDS, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. വേവ് ഒപ്റ്റിക്സ് അധിക വർഷം ഒരു ക്വസ്റ്റ്യൻ നീറ്റിന് ഉണ്ടാവാറുള്ളൂ. ആ ക്വസ്റ്റ്യൻ അധികം യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആയിരിക്കും. അടുത്ത ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. ആൻഡ് സെമി കണ്ടക്ടറിന് യൂഷ്വലി 2 to 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ലോജിക് ഗേറ്റിനെ കുറിച്ചായിരിക്കും. സോ ഈ 5 ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ 5 ടോപ്പിക്സ് ആണ് നിങ്ങൾ
ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഞാൻ ഇപ്പോൾ പറയുന്ന ടോപ്പിക്സിൽ ഈ ഇന്നോവേറ്റബിൾസ് ഇനി ഞാൻ കുറച്ചൊരു ഹൈ ടോപ്പിക്സും പറഞ്ഞുതരും. ഈ പറഞ്ഞ ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങൾ വായിച്ചിട്ട് പോകണം. ഓക്കെ, കാരണം ഇത് ചോദിക്കാനുള്ള പ്രോബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇന്നോവേറ്റബിൾസ് ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. എല്ലാ പേപ്പറിലും ചോദിക്കുന്ന ക്വസ്റ്റൻസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാത്തിലും ചോദിക്കുന്ന ക്വസ്റ്റൻ. അതിൽ ഒന്നാണ് സ്ക്രൂ ഗേജ്. സ്ക്രൂ ഗേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ക്രൂ ഗേജും വെർനിയർ കാലിപ്പറും ഈ വർഷത്തെ പേപ്പറിൽ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പ്രാക്ടിക്കൽ ഫിസിക്സിനും പ്രാക്ടിക്കൽ കെമിസ്ട്രിക്കും നമ്മൾ അപ്ഡേറ്റഡ് സിലബസ് പ്രകാരം റെലവൻസ് കൂടുതലാണ്. അപ്പോൾ പ്രാക്ടിക്കൽ ഫിസിക്സിൽ ഒരു മെയിൻ ടോപ്പിക്കാണ് സ്ക്രൂ ഗേജ്. ഈ ടോപ്പിക്ക് മുമ്പത്തെ വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം അത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സ്ക്രൂ ഗേജും അതിൻ്റെ കൂടെ വെർനിയർ കാലിപ്പറും ഇത് രണ്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, സ്ക്രൂ ഗേജും വെർനിയർ കാലിപ്പറും. ഇനി രണ്ടാമത് സെന്റർ ഓഫ് മാസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, റൊട്ടേഷന്. അടുത്തത് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓസിലേഷൻ എന്നുള്ള എപ്പോഴും ഒരു ക്വസ്റ്റൻ സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ചായിരിക്കും. അതുപോലെ വേവിലെ എപ്പോഴും ഒരു പ്രോബ്ലം വേവിലെ പൈപ്സ്, വേവ് കോളംസിൽ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. ഇലക്ട്രിക് ഡൈപോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ടോപ്പിക്കാണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് കപ്പാസിറ്ററും റെസിസ്റ്ററും വെച്ചിട്ട് ഓൾമോസ്റ്റ് 2 ക്വസ്റ്റൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. 2 അത് കൂടുതലാണ്. ഒരു ക്വസ്റ്റൻ കപ്പാസിറ്റർ വെച്ചിട്ടുള്ളത്, ഒരു ക്വസ്റ്റൻ റെസിസ്റ്റർ വെച്ചിട്ടുള്ളത് എന്തായാലും പേപ്പറിൽ അധികം കാണാറുണ്ട്. ഇനി അതിൽ കൂടുതൽ കണ്ട വർഷങ്ങളുണ്ട്. അപ്പോൾ കപ്പാസിറ്ററും റെസിസ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഡിഫറെന്റ് ഒബ്ജക്ട്സ്. അതായത് ഒരു റിംഗ് കാരണം, അല്ലെങ്കിൽ ഒരു സ്ഫെറിക്കൽ ഷെല്ല് കാരണം, അല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ഷീറ്റ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇലക്ട്രിക് ഫീൽഡിന്റെയും ഒക്കെ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒരുപാട് ചോദിക്കാറുണ്ട്. ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ഒരുപാട് കണ്ടിട്ടുണ്ട്. ആൻഡ് ഡി ബ്രോഗൽ വേവ്ലെങ്ത്, ദിസ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. അതായത് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്കുണ്ട്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണല്ലേ, പക്ഷെ അതിന് ചോദിക്കുന്ന പ്രോബ്ലംസിന്റെ നമ്പർ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഡി ബ്രോഗൽ വേവ്ലെങ്ത് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, ഇത് മൊത്തം ഈ ടേബിളൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഫിസിക്സിൽ മൊത്തം സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് ആണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിംഗിൾ മോസ്റ്റ് ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. കറണ്ട് ഇലക്ട്രിസിറ്റിന്ന് ഓരോ വർഷം ചോദിക്കുന്ന ആവറേജ് നമ്പർ ഓഫ് ക്വസ്റ്റൻസ് 4.3 ആണ്. അത് നിങ്ങൾക്ക് ഒറ്റ ചാപ്റ്ററിൽ നിന്ന് കിട്ടാൻ പോകുന്ന ക്വസ്റ്റൻ്റെ നമ്പറാണ് 4.3. സോ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. അതുപോലെ തന്നെ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണ് റേ ഓപ്റ്റിക്സ്. റേ ഓപ്റ്റിക്സിൻ്റെ ആവറേജ് വരുന്നത് 3.3 ആണ്. ആൻഡ് സിമിലർലി യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് നിങ്ങൾക്ക് പച്ചവെള്ളം പോലെ ആയിരിക്കണം. ലൈക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് നമ്മൾ ആവറേജ് കഴിഞ്ഞ 3 വർഷത്തെ മാത്രം നോക്കുകയാണെങ്കിൽ അത് 3 ആണ്. എന്ന് വെച്ചാൽ മൊത്തം 45 ക്വസ്റ്റൻ, 3 ക്വസ്റ്റൻ നിങ്ങൾക്ക് ആ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററിനായിരിക്കും. അപ്പോൾ ആ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ആ 3 ക്വസ്റ്റൻ എല്ലാവരും കറക്റ്റ് ആക്കും. അത് എല്ലാവരും കറക്റ്റ് ആക്കുന്നതുകൊണ്ട് നിങ്ങളും കറക്റ്റ് ആക്കണം. നിങ്ങൾക്ക് മാത്രമേ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് ഹ്യൂജ് ലോസ് ആയിരിക്കും. സോ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് നിങ്ങൾക്ക് പച്ചവെള്ളമായിരിക്കണം. ഓക്കെ, അപ്പം കറണ്ട് ഇലക്ട്രിസിറ്റി, റേ ഓപ്റ്റിക്സ് ആൻഡ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സ്. സോ ഇത്രയും നിങ്ങളോട് ഡിസ്കസ് ചെയ്യില്ലായിരുന്നു. എൻ്റെ ബേസിക്കലി ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞില്ല, വളരെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്ത കാര്യം, ഈ കാര്യം നിങ്ങളോട് പറയലായിരുന്നു നമ്മുടെ ലക്ഷ്യം. ലൈക്ക് ലാസ്റ്റ് വീക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഡൗട്ട്. തിയറി ഏതൊക്കെ ചാപ്റ്റർ ഫോക്കസ് ചെയ്യണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ലാസ്റ്റ് വീക്കിൽ MCQs പുതുതായിട്ട് ചെയ്യണോ, റിവിഷൻ ചെയ്യണോ? ആൻഡ് ഒബ്വിയസ്ലി ഐ ഗോട്ട് ഓൺലി വൺ ആൻസർ, ദാറ്റ് ഇസ് റിവിഷൻ. റിവിഷനാണ് നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? സോ അത് കൂടാണ്ട് ഒറ്റ കാര്യം കൂടി ജസ്റ്റ് പറയാം. ലൈക്ക് നിങ്ങളിപ്പം ഫസ്റ്റ് ടൈം പേപ്പർ നോക്കി, ക്വസ്റ്റൻ പേപ്പർ എടുത്തു, ഫസ്റ്റ് ടൈം പേപ്പർ നോക്കിയപ്പം എനിക്ക് 45 എനിക്ക് 35 ക്വസ്റ്റൻ എനിക്ക് അറിയുള്ളൂ. 10 ഞാൻ വിടാനുള്ള എനിക്ക് അറിയില്ല. സോ ഈ 10 വിടുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് റീതിങ്ക് ചെയ്യണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 10 ക്വസ്റ്റൻ നിങ്ങൾ വിടുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്നും കൂടി റീതിങ്ക് ചെയ്ത് നോക്കുക. ഇത് അറിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പ്രോപ്പർലി അറിയാത്ത ക്വസ്റ്റൻ തന്നെയാണോ എന്നുള്ളത്. കാരണം നിങ്ങൾ അറിയില്ല എന്ന് വിചാരിക്കുന്ന ഓരോ ക്വസ്റ്റനിലും ചെറിയ ഏതെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഹിന്റ് ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ആ ക്വസ്റ്റൻ പ്രോപ്പർലി ചിലപ്പോൾ എഴുതി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സോൾവ് ചെയ്യാൻ നമുക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷേ എന്നാലും നമുക്ക് എങ്ങനെയെങ്കിലും അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട്, ചിലപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് കുറേ ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ലൈക്ക് നിങ്ങൾക്ക് ഇപ്പം അത് ചിലപ്പോൾ എന്തായിരിക്കും, അത് റേ ഓപ്റ്റിക്സിലെ ക്വസ്റ്റൻ ആയിരിക്കും, അല്ലെങ്കിൽ സേ അത് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റൻ ആയിരിക്കും, അല്ലെങ്കിൽ സേ അത് കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ക്വസ്റ്റൻ ആയിരിക്കും. പക്ഷെ അത് ഡയമെൻഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ അത് മറക്കരുത്. ഞാൻ ഈ അടുത്ത് പോലും ഞാൻ എവിടെയോ നമ്മളെ എയിംസ് ബാച്ചിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ എനിക്ക് കുട്ടിയൊരു ക്വസ്റ്റൻ ആയിട്ട് വന്നു. അത് നിങ്ങളെ ഗ്രാൻഡ് ടെസ്റ്റിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ്. ആൻഡ് ലൈക്ക് ഇറ്റ് വാസ് ഫ്രം ലോസ് ഓഫ് മോഷൻ. ഐ തിങ്ക് ലോസ് ഓഫ് മോഷനിൽ ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഒരു ഡബിൾ ഇൻ്റഗ്രേഷൻ ഒക്കെ വരുന്ന ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഡബിൾ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ഡബിൾ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ 2 കോർഡിനേറ്റ്സ് എക്സും വൈയും വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷെ വളരെ വളരെ സിമ്പിൾ ആയിട്ട് ഡയമെൻഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഞാൻ കുട്ടിയോട് പറഞ്ഞു, ഞാനത് സോൾവ് ചെയ്യുന്ന രീതിയൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ കുട്ടിയോട് പറഞ്ഞു കൊടുത്തു, എന്ത് ഈ ക്വസ്റ്റൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇൻ്റഗ്രേഷനും ഇത്രയും കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നും അല്ലല്ലോ കണ്ടത്, ഈ ക്വസ്റ്റൻ നിങ്ങൾ ഡയമെൻഷൻ വെച്ചാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ 35 ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്ത് 10 ക്വസ്റ്റൻ വിടാന്നുള്ള പ്ലാനിൻ്റെ മുമ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ 10 ക്വസ്റ്റൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും രീതി ഉണ്ടോ? അത് ഡയമെൻഷൻ ആവാം, ഞാൻ സ്ഥിരമായിട്ട് പറഞ്ഞ ഡീജനറലൈസിംഗ് MCQ ആവാം. ഡീജനറലൈസിംഗ് MCQ ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. അത് ഞാൻ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞതാണ്. സോ അതിപ്പോൾ നമുക്ക് പറയാനുള്ള സമയമില്ല. ബട്ട്
നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ വിടുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് നമുക്ക് അറിയാവുന്ന രീതിയിൽ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ 10 ചിലപ്പം ലെറ്റ്സ് 5 6 പിന്നെയും ചെയ്യാൻ പറ്റും. അതിൻ്റെ 6 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 24 മാർക്കാണ് സേവ് ചെയ്യുന്നത്. ആൻഡ് നീറ്റ് പോലത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ 24 മാർക്കിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ശരിയല്ലേ? സോ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. സോ എല്ലാവരും നല്ല പോയി അടിപൊളിയായിട്ട് നീറ്റ് ചെയ്ത. ആൻഡ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ഡാറ്റാസും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും കാണിച്ചു തന്നില്ലേ. ഇത് ഫിസിക്സിലെ മാത്രം കാര്യമാണ്. ഇതുപോലെ തന്നെ കെമിസ്ട്രിയിലും ബയോളജിയിലും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ഡാറ്റയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഏതാണെന്നുള്ളതും ഏറ്റവും ഫ്രീക്വൻറ്റ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് ഏതാണെന്നുള്ളതും ഈ ഫിസിക്സിലെ കാര്യം തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഡോക്ടർ തബ്ഷീർ ടിപ്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അത് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി കാണുക. ആൻഡ് ഐ ഹോപ്പ് അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. കാരണം അവിടെ ഞാൻ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എല്ലാം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയിട്ട് അതും കൂടി കാണുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഗൈസ്. അടിപൊളിയായിട്ട് പോയിട്ട് നീറ്റ് ചെയ്താൽ. ആൻഡ് ഫൈനലി എനിക്ക് ഒറ്റ കാര്യം കൂടി പറയാനുള്ളൂ, നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ വിടുന്നതിന് മുമ്പ് ഒന്ന് റീതിങ്ക് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അതായത് ഇത്ര സിമ്പിൾ ചോദ്യമാണോ ഞാൻ വിട്ടതെന്നുള്ളത്. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞില്ല ഒറ്റയടി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് അറിയുന്നുണ്ടാവില്ല. പക്ഷേ സം വേ ഓർ ദി അതർ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ആൻഡ് എക്സാം ഹോളിൽ നമുക്ക് എൻ്റെ MCQ എക്സാം ഹോളിൽ നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് എങ്ങനെയെങ്കിലും ആൻസർ കിട്ടിയാൽ മതി. അത് നിങ്ങൾ സ്റ്റെപ്പ് എഴുതിയിട്ട് ആൻസർ ചെയ്തോ അല്ലെങ്കിൽ ഡയമെൻഷൻ വെച്ച് ചെയ്തോ നിങ്ങൾ എന്തെങ്കിലും കുറുക്ക് വഴി ഉപയോഗിച്ചോ ഇതൊന്നും നിങ്ങൾ കയ്യിലെണ്ണി കൂട്ടിയോ ഇതൊന്നും ആരും നിങ്ങൾ ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ആ ആൻസറിന് ABCDയിൽ C ആണ് ആൻസർ എന്നെങ്കിൽ C കറക്റ്റ് ബബിൾ ചെയ്തോ ഇല്ലയോ അത് മാത്രം ദാറ്റ് ഓൺലി മേക്സ് ദി ഡിഫറൻസ്. C നിങ്ങൾ മാർക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് 4, C മാർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് പോയി. ആൻഡ് ദാറ്റ് മേക്സ് ഹ്യൂജ് ഡിഫറൻസ്. നിങ്ങളെ സീറ്റാണ് അത് കോസ്റ്റ് ചെയ്യുക. സോ ഓരോ ക്വസ്റ്റ്യൻ വിടുന്നതിന് മുമ്പ് ഒന്ന് റീതിങ്ക് ചെയ്യുക. ഓക്കെ, സോ അടിപൊളിയായിട്ട് എക്സാം ചെയ്താൽ. ഓൾ ദി ബെസ്റ്റ്. ബൈ.